ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ PSC ഈ കഴിഞ്ഞ ജൂലൈയിൽ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ IRB ഈ രണ്ട് പോസ്റ്റിലേക്കുള്ള എക്സാം PSC ഒന്നിച്ച് കണ്ടക്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഫൈനൽ ആൻസർ കീ കഴിഞ്ഞ ദിവസം PSC പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ ഒരു രണ്ട് എക്സാം, അതായത് IRB CPO, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് PSC പുറത്തുവിടുന്ന പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളിത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം. അപ്പോൾ അതിന് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് 2 മാർക്ക് പോയി, 3 മാർക്ക് പോയി. അപ്പോൾ കുറേ പേര് അത് സംബന്ധിച്ച് ആശങ്കപ്പെടുകയായിരിക്കും, നമ്മുടെ കട്ട് ഓഫ് കുറയോ, നമ്മുടെ മാർക്ക് പോയല്ലോ, അപ്പോൾ ഞാൻ ലിസ്റ്റിൽ വരുമോ. അപ്പോൾ നമ്മൾ ആ ഒരു ആശങ്കയെ പറ്റി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലേക്കുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. അതായത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ നഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം, പിന്നെ നമ്മുടെ തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ CPO IRB പറ്റി പറയുന്നത്. നമ്മുടെ CPO ആംഡ് പോലീസ് ബറ്റാലിയനിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി കാറ്റഗറി നമ്പർ 740/2024. അതുപോലെ തന്നെ നമ്മുടെ IRB ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ 583/2024. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും PSC നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ IRBയുടെയും CPOൻ്റെയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ 2 പ്രാവശ്യം CPOൻ്റെ എക്സാം നടത്തിയപ്പോൾ PSC അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ തന്നെ PSC അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ 2 തവണയും ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ PSC നമ്മുടെ CPOൻ്റെ എക്സാമിൻ്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് എന്തായാലും വരേണ്ടതാണ്. അല്ല, മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം ഈ മെയ്യിൽ കഴിഞ്ഞിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വളരെ പെട്ടെന്ന് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ PSC ഇനിയും പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫയർമാൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ IRB, CPO, WCPO, ആ ഒരു പാറ്റേൺ PSC പിന്തുടരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു 2 മാസത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ, നമ്മൾ സാധ്യതയാണ് പറയുന്നത്, ചിലപ്പോൾ അത്രയും പെട്ടെന്നൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ മനസ്സിലാവുന്നത് PSC എന്തായാലും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഒരുപാടൊന്നും വൈകിപ്പിക്കില്ല, അത് ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ഒരു 1-2 മാസത്തിനുള്ളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റും PSC കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ സമയം കളയാതെ അതിന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. നമ്മുടെ 8 ഐറ്റത്തിൽ 5 ഐറ്റമാണ് പാസ്സാവേണ്ടത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക. നിങ്ങൾ ഇപ്പോൾ എനിക്കൊക്കെ പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 3 ഫിസിക്കൽ ടെസ്റ്റ് നമ്മുടെ PSCയുടെ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിൽ 3 ഞാൻ പാസ്സായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തവണ എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെയധികം ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു സമയമാകുമ്പോൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് തടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഫിസിക്കലിന് പോയി. അങ്ങനെ ഫിസിക്കലിന് പോയ സമയത്ത് എന്ത് പറ്റി, എനിക്ക് ഫിസിക്കലിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലിൻ്റെ പ്രാക്ടീസിന് പോയി. അപ്പോൾ എനിക്ക് ഒരുപാട് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുള്ളപ്പ്, റോപ്പ് ക്ലൈമ്പിങ് പോലുള്ള ഐറ്റംസൊക്കെ എനിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ പിന്നീട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ എടുത്ത്, വളരെ കഠിനമായ ഡയറ്റൊക്കെ എടുത്തിട്ട് ആയിരുന്നു ഞാൻ ഈ ഒരു ഐറ്റംസൊക്കെ പാസ്സായത്. അപ്പോൾ നിങ്ങളങ്ങനെ മണ്ടത്തരം കാണിക്കാതെ നിങ്ങളെ ഫിറ്റ്നസ് ഒന്ന് ഓക്കെ ആക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അലസത കാണിക്കാതെ അതൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വെക്കുക. നമ്മുടെ ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള ഫിസിക്കലിൻ്റെ ഐറ്റംസിനൊക്കെ ഉള്ള പ്രാക്ടീസ് നടത്തുക. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പ്രാക്ടീസ് തുടങ്ങിയവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അത്യാവശ്യം നല്ല മാർക്കുള്ളവരൊക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ കുറേ പേർക്ക് 2-3 ഒക്കെ മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ ഈ എക്സാം എഴുതിയാണ്, എനിക്ക് 70-ൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. എനിക്കും ഒരു 3 മാർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് 60 മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 57ആയി. എനിക്ക് 58 മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 56ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് 2 മാർക്ക് പോയി, 3 മാർക്ക് പോയി എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാർക്ക്, അതായത് ഈ ഒരു പോയ മാർക്ക് നിങ്ങൾക്ക് മാത്രമല്ല പോയിട്ടുള്ളത്, എല്ലാവർക്കും പോയിട്ടുണ്ട്. അതായത് ഈ ഒരു 3 ക്വസ്റ്റ്യൻ, ഡിലീറ്റ് ചെയ്യപ്പെട്ട 3 ക്വസ്റ്റ്യൻ അത്യാവശ്യം ഈസി ആയിട്ടുള്ള, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇപ്പോൾ ആവറേജ് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരാൻ അത്യാവശ്യം മാർക്കൊക്കെ നേടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അവർക്കും 2-3 മാർക്ക് വീതം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് 2 മാർക്ക് പോയി, ഞാൻ ലിസ്റ്റിൽ വരുമോ, എനിക്ക് 3 മാർക്ക് പോയി, ഞാൻ ലിസ്റ്റിൽ വരുമോ എന്നൊക്കെ പറയുന്നവരോടാണ് നിങ്ങളെ ഏത് ബറ്റാലിയനിലാണോ ആ ഒരു ബറ്റാലിയനിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ വരാനുള്ള ഒരു മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ഡിലീഷനിലൂടെ വലിയ രീതിയിലൊന്നും നിങ്ങൾക്ക് ഇത്ര മാർക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഡിലീഷനിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലൊന്നും നെഗറ്റീവ് വരാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും ഈ ഒരു മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വിഷമിക്കാതെ, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ അർഹതപ്പെട്ട ഒരു മാർക്ക്, വിവിധ ബറ്റാലിയനിൽ വിവിധ മാർക്കായിരിക്കും. ഇപ്പോൾ MSPയിൽ അത്യാവശ്യം നല്ല മാർക്ക് വരും, നമ്മുടെ KP5ൽ കുറവായിരിക്കും. സാധാരണയായിട്ട് അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്രാവശ്യം അതിൽ വലിയ മാറ്റം വരുമെന്ന് അറിയില്ല. കുറേ പേരൊക്കെ ബറ്റാലിയനൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളത് വെറുതെ ടെൻഷൻ അടിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലിനൊക്കെ അത്യാവശ്യം ഫിറ്റായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മുമ്പിൽ കളയാൻ സമയമില്ല. നമ്മളെ PSC എല്ലാ വർഷവും എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ PSC എല്ലാ എക്സാമിനും എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റി, കമ്പനി ബോർഡ് LGS, നമ്മുടെ BEVCO LD, നമ്മുടെ VFA, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഇതൊക്കെ ഈ ഒരു എക്സാമൊക്കെ ഇനി PSC നടത്താൻ പോവുകയാണ്. നമ്മുടെ SI മെയിൻസിലെ എക്സാം അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ PSC നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ സമയം കളയാതെ ഈ ഒരു എക്സാമിനൊക്കെ പഠിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ CPOൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ CPO, അതുപോലെ തന്നെ എക്സൈസ്, WCPO അടുത്ത വർഷം ഈ ഒരു എക്സാമൊക്കെ എന്തായാലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെറുതെ സമയം കളയാതെ ഈ ഒരു എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് PSCയിൽ ലഭിച്ച് നമ്മൾ നല്ലൊരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സമയം പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.